بسم الله الرحمن الرحيم. الحمد لله. اللهم صل على محمد وعلى آله وصحبه أجمعين. أما بعد. നജസ് വൃത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില പോയിന്റുകൾ കൂടി പറയാം. വായിൽ നജസായി കഴിഞ്ഞാൽ നജസുള്ള മുഴുവൻ ഭാഗവും നല്ല വെള്ളമൊഴിച്ച് കഴുകി വൃത്തിയാക്കണം. ചിലപ്പോൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യമാണ് വായുടെ അണ്ണാക്കിന്റെ ഭാഗത്തും ചങ്കിന്റെ അപ്പുറത്തെ ഭാഗത്തൊക്കെ നജസ് ഉണ്ടായിരിക്കും. അപ്പോൾ വെള്ളം അവിടെയൊക്കെ നന്നായി ചേർത്തി ഇളക്കി കുപ്പിളിച്ച് തൊണ്ടക്കുഴിയിലേക്കൊക്കെ ചിലപ്പോൾ അല്പമൊക്കെ വെള്ളമൊക്കെ എത്തിക്കുന്ന നിലക്ക് അതിന്റെ ചുറ്റുഭാഗത്തൊക്കെ നന്നായി വെള്ളം എത്തിക്കണം. അല്ലാതെ നാവിന്റെ തുമ്പത്ത് മാത്രം അല്പം വെള്ളം തട്ടിച്ച് തുപ്പിക്കളഞ്ഞാല് ഹൽക്കിലും അതുപോലെ അണ്ണാക്കിലുമൊക്കെയുള്ള നജസ് വൃത്തിയാവുകയില്ല. ഇനി മറ്റൊരു മസാല, പാല് പോലെയുള്ള ദ്രാവകങ്ങളിൽ പായസം, അതുപോലെ കഞ്ഞിവെള്ളം, ചായ, തേന്, ഇങ്ങനെയുള്ള വസ്തുക്കളിലൊക്കെ നജസ് വീണാൽ തഅസ്സറ തത്ഹീറുഹു എന്നാ പറഞ്ഞത്. അത് ശുദ്ധിയാക്കാൻ പ്രയാസമാണ്, അത് ശുദ്ധിയാക്കാൻ അസാധ്യമാണ്. ഈ കാര്യം നമ്മൾ മനസ്സിലാക്കാം. അപ്പൊ അത് ശുദ്ധിയാക്കാൻ കഴിയില്ല, നജസാണ്. ദ്രാവകങ്ങളിലെ നജസാണ് പറഞ്ഞത്. വെള്ളത്തിൽ നജസായാൽ ആ വെള്ളം എങ്ങനെ ശുദ്ധിയാകും എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതിന് ഒന്നിരിക്കൽ ധാരാളം വെള്ളത്തിലേക്ക് മാറ്റുക. അപ്പോൾ ആ വെള്ളത്തിലേക്ക് മാറ്റിയാൽ രുചി, നിറം, വാസന ഒന്നുമില്ലാത്ത അവസ്ഥയിലാണെങ്കിൽ, വേറെ വലിയ തോന വെള്ളത്തിലേക്ക് പാർന്നിട്ട് രുചി, നിറം, വാസന ഒന്നും ഇല്ലാത്ത അവസ്ഥയാണെങ്കിൽ ആ വെള്ളം വൃത്തിയായിട്ടുണ്ട്. ഒരു വെള്ളം നജസ് ആയാൽ കുറെ വെള്ളമുണ്ട്, അതായത് ഒരു 200 ലിറ്ററൊക്കെ വെള്ളമുണ്ടെങ്കിൽ അതിലേക്ക്, അല്ലെങ്കിൽ ഒരു വലിയ ടാങ്കി നിറയെ വെള്ളമുണ്ട്, അതിലേക്ക് ഒരു തുള്ളി മൂത്രം ഇറ്റി എന്നതുകൊണ്ടോ അല്ലെങ്കിൽ നജസ് ഇറ്റി എന്നതുകൊണ്ടോ നജസാവുകയില്ല. മറിച്ച് 2 കൊല്ലത്ത് വെള്ളമുണ്ടെങ്കിൽ, 200 ലിറ്റർ സുമാറ പറയുന്നത് വെള്ളമുണ്ടെങ്കിൽ, നിറം, രുചി, വാസന തുടങ്ങിയവ ഏതെങ്കിലും ഒന്നിന് മാറ്റമുള്ള നിലക്ക് ആയാൽ മാത്രമേ, നജസ് വീണപ്പോൾ നിറത്തിനോ രുചിക്കോ വാസനക്കോ മാറ്റമുണ്ടെങ്കിൽ മാത്രമേ 2 കൊല്ലത്ത് വെള്ളം നജസ് ആവുകയുള്ളൂ. അതിൽ മാറ്റമില്ലെങ്കിൽ, രുചിക്കോ നിറത്തിനോ വാസനക്കോ ഒന്നും മാറ്റമില്ലെങ്കിൽ, നജസ് ചേർന്നു എന്നതിന്റെ പേരിൽ അത് നജസാവുകയില്ല. 2 കൊല്ലത്ത് വെള്ളം, നമ്മളെ കിണർ 2 കൊല്ലത്ത് വെള്ളം ഉണ്ടാകും, 200 ലിറ്റർ മേലെ വെള്ളമുണ്ടെങ്കിൽ നജസ് ചേർന്നു എന്നതുകൊണ്ട് നജസാവൂല. രുചി, നിറം, വാസന എന്നിവക്ക് വ്യത്യാസമുണ്ടെങ്കിലേ നജസാവുകയുള്ളൂ. പൂച്ച ചത്ത് ഉടനെ എടുത്തു, ചത്ത പൂച്ചനെ. രുചി, നിറം, വാസനക്കൊന്നും ഒരു കുഴപ്പമില്ല, എന്നാൽ ആ വെള്ളം ശുദ്ധിയുള്ളതാണ്. ടാങ്കിയിൽ ഒരു വസ്തു വീണു, നജസ് വേലിയോ, പക്ഷെ ആ ടാങ്കിത്തെ വെള്ളം ഉപയോഗിക്കണ വേണ വേറെ വിഷയം. നജസയിക്കണോന്ന് ചോദിച്ചാൽ രുചി, നിറം, വാസനക്ക് മാറ്റമുണ്ടെങ്കിലേ നജസ് എന്ന് പറയാൻ പറ്റുള്ളൂ, ഇല്ല എങ്കിൽ അത് നജസായിട്ടില്ല. എന്നാൽ 2 കൊല്ലത്തിന്റെ കാട്ടിൻ കുറവുള്ള നജസാണെങ്കിൽ, ഇപ്പൊ ഒരു ബക്കറ്റ് വെള്ളം മാത്രമേ ഉള്ളൂ, 200 ലിറ്റർ ഇല്ല, 50 ലിറ്ററിന്റെ വെള്ളം അല്ലെങ്കിൽ 100 ലിറ്ററിന്റെ വെള്ളമൊക്കെ ഉള്ളൂ, അവിടെ ഒരു തുള്ളി മൂത്രമോ മറ്റോ ഇറ്റിച്ചാൽ തന്നെ ആ വെള്ളം മുഴുവനും നജസായി. രുചി, നിറ, വാസനക്കൊന്നും ഒരു വ്യത്യാസം ഇല്ലെങ്കിലും അത് നജസായി. 2 കൊല്ലത്തിന്റെ കുറവുള്ള വെള്ളം അങ്ങനെയാണ്. അങ്ങനെ ഒരു വെള്ളം നജസായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഒന്നിരിക്കൽ അത് തോന വെള്ളത്തിലേക്ക് ഒഴിച്ചിട്ട് അധികമാക്കുക എന്നതാണ് ഒരു മാർഗം. കൂടുതൽ വെള്ളത്തിലേക്ക് അതിനെ മാറ്റുക. അപ്പൊ ആ വെള്ളം നന്നായിട്ടാകുമ്പോ അവിടെ വേണമെങ്കിൽ പുറത്ത് കഴിക്കാം. പക്ഷെ ഇനി വെള്ളം ആവശ്യമൊക്കെയുള്ള സമയമാണെങ്കിൽ
വെള്ളം കുറവുള്ള സമയമൊക്കെ ആണെങ്കിൽ കൂടുതൽ വെള്ളത്തിലേക്ക് ഒഴിച്ച് രുചി, നിറവാസന തുടങ്ങി 3 വിശേഷണങ്ങൾ ഇല്ല എന്ന് ഉറപ്പുവരുത്തി അത് ശുദ്ധിയായി മാറും. വെള്ളം നജസായി കഴിഞ്ഞാൽ വൃത്തിയാക്കാനുള്ള ഒരു മാർഗം. 2 കൊല്ലത്തിൽ കൂടുതൽ വെള്ളത്തിൽ നജസ് ചേർന്നാൽ, അല്ലെങ്കിൽ പിന്നെ അത് ഇപ്പൊ കിണറ്റില് പുച്ച ചത്താല് വാസനയും നിറമോ രുചിയൊക്കെ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ അത് കുറെ സമയം അവിടെ വെക്കുക. ചിലപ്പോൾ അങ്ങനെ പിന്നീട് കുറെ ദിവസം കഴിയുമ്പോൾ ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ അത് പിന്നീട് വൃത്തിയായി രുചി, നിറ, വാസനയൊക്കെ നീങ്ങിപ്പോകും. അങ്ങനെ സ്വയം നീങ്ങുകയോ ഇളക്കി നീങ്ങുകയൊക്കെ ചെയ്താലും 2 കൊല്ലത്ത് വെള്ളമുണ്ടെങ്കിൽ വൃത്തിയാകും. 2 കൊല്ലത്ത് കുറവാണെങ്കിൽ ഒരിക്കലും തന്നെ ആ വെള്ളം ഉപയോഗിക്കാൻ പ്രയാസമാണ്. ഒന്നിരിക്കൽ അതിലേക്ക് തോനെ വെള്ളമാക്കി മാറ്റി 2 കൊല്ലത്ത് വെള്ളമാക്കി മാറ്റി രുചിയും നിറവും വാസനയൊന്നും ഇല്ലാതിരിക്കണം. അപ്പൊ 2 കൊല്ലത്തിൽ കുറഞ്ഞ വെള്ളം വൃത്തിയാക്കൽ തോനെ വെള്ളമാക്കി മാറ്റുക എന്നതാണ് എന്ന് മനസ്സിലാക്കുക. ഇത് വെള്ളത്തിൽ നജസാവുന്നതുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട, മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ പിന്നീട് പറയാം. സൂക്ഷ്മമായി പഠിക്കേണ്ടതാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും.